മരിച്ചു പോകത്തേ ഉള്ളൂ എന്നൊരു തോട്ട് ദാവീദിന്റെ മനസ്സിൽ കടന്നു വന്നു. രാജാവാണ്, ദൈവത്താൽ അഭിഷിക്തനായിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ആ ഒരു തോട്ട് ഒരു അൺട്രൂത്ത്, ഒരു നുണയായിരിക്കുന്ന കാര്യം, വാസ്തവമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ദാവീദ് ചിന്തിച്ച് ചിന്തിച്ച് പോകുന്നത് ഒരു നുണയിലേക്കാണ്. ഞാൻ നശിച്ചു പോകും, ഞാൻ കൊല്ലപ്പെടും, ഞാൻ മരിച്ചു പോകും, നത്തിങ് ബെറ്റർ ഫോർ മീ ഹിയർ, ഇവിടെ എനിക്ക് ഒരു നന്മയും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് പോയതൊരു ഫോൾസ് നറേറ്റീവിലേക്കാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഫോൾസ് നറേഷൻ ദാവീദ് അതിലേക്ക് എത്തുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഓവർ റിയാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് 600 പേര്, ദാവീദ് മാത്രമല്ല, ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത, ആ ചിന്തയുടെ കോൺസിക്വൻസ് തന്നെ ഫോളോ ചെയ്ത് ഒരുപാട് ആൾക്കാർ എനിമിയുടെ ടെറിട്ടറിയിലേക്ക്, അതായത് ഗോലിയാത്തിന്റെ സ്ഥലത്തിലേക്ക്, ഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. അന്ന് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ, നാം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, വാട്ട് വി തിങ്ക് ഡിഫൈൻസ് ഹൂ വി ആർ, വാട്ട് വി ബിക്കം. നാം എങ്ങനെയാണോ ചിന്തിക്കുന്നത്, നാം അങ്ങനെ തന്നെ ആയി തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെയാണ് നമ്മൾ പറഞ്ഞ കാര്യം. നമ്മൾ ലാസ്റ്റ് ടൈം അതാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരുമിച്ച് ചിന്തിച്ചത് അതാണ്. ഞാൻ എൻ്റെ വർക്കിനോടുള്ള ബന്ധത്തിലാണെങ്കിലും ഓരോ ദിവസവും പല വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അത് പണക്കാരുണ്ട്, പൈസ ഇല്ലാത്തവരുണ്ട്, ജോലിക്കാരുണ്ട്, വ്യത്യസ്ത ലൈഫ് സ്റ്റൈലിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്, വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളാ. ഓരോരുത്തരുടെയും മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അവരുടെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്, ഐ നെവർ ലൈക്ഡ് മൈസെൽഫ് ബിഫോർ. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ലായിരുന്നു. അതെൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, എൻ്റെ സ്കിൻ കളർ ആയിരിക്കാം, ടോൺ ആയിരിക്കാം. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, വേറൊരു വ്യക്തിയെക്കുറിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പല തോട്ട്സ് ആയിരിക്കാം. അപ്പം പല ഒബ്സഷൻസ് ആയിരിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ല. അത് അവിശ്വാസികളായിരിക്കുന്ന ഒരു ക്രൗഡാണ്. എങ്കിൽ പോലും ഞാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തും പലപ്പോഴും നമുക്കും ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ മറ്റേ വ്യക്തിയെക്കാളും കുറഞ്ഞ വ്യക്തിയാണ്, ചെറിയ വ്യക്തിയാണ്, ഇന്ന ആൾക്കാർ വലിയ വ്യക്തികളാണെന്നുള്ള ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ഓൾ ആർ ഹ്യൂമൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും മാനുഷികമായിട്ട് വരാറുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ 2000 വർഷത്തിലേക്ക് നമ്മൾ ബാക്കോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, കമ്പയർഡ് ടു ദാറ്റ് 2000 ഇയേഴ്സ് ബാക്ക്, ഈ കഴിഞ്ഞ 20 വർഷത്തിൽ സയൻസ് ഒരുപാട് വളർന്നു, ബ്രെയിനിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് സയന്റിഫിക്കലി പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും ഇറ്റ് മാറ്റേഴ്സ്. ന്യൂറൽ പാത്വേസ് പുതുതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അതുക്കും മുമ്പേ ഉള്ള ദൈവത്തിന്റെ വചനം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ചിന്തകൾ, അവർ തോട്ട്സ് മാറ്റേഴ്സ് എന്നുള്ളത്. ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പം ലാസ്റ്റ് ടൈം നമ്മൾ നോക്കിയതാണ് 2 Corinthians 10:5. നമ്മൾ നോക്കുന്ന സമയത്ത് പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ടേക്ക് എവറി തോട്ട്സ് ക്യാപ്റ്റീവ്, എല്ലാ ചിന്തകളെയും പിടിച്ച് അടക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. റോമൻസ് 12:2 നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, റിന്യൂവിങ് യുവർ മൈൻഡ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പീൻസിലേക്ക് വരുമ്പോഴും നമ്മൾ പോള് പറയുന്നുണ്ട്, തിങ്ക് ഓൺ ദീസ് തിങ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഇൻ കണ്ടിന്യൂഷൻ വിത്ത് വാട്ട് വി ഡിസ്കസ് ലാസ്റ്റ് ടൈം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യത്തോടുള്ള ബന്ധത്തിൽ, ഇന്നും പൗലോസിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട്, നമ്മൾ ലാസ്റ്റ് ഡേവിഡിന്റെ ലൈഫിനെ കുറിച്ചാണ് ചിന്തിച്ചത്, ഇന്ന് പൗലോസിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 6-ഉം 7-ഉം വാക്യം. Philippians chapter 4 verse 6 and 7. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ്.
പ്രത്യേകം നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ദുഃഖവും ദുരിതവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ വേർപാടിനോടുള്ള ബന്ധത്തിലും നമ്മൾ വായിക്കാറുള്ള ഒരു ഭാഗമാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പീസ് ഓഫ് ഗോഡ് വിച്ച് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, ഓൾ കോംപ്രിഹെൻഷൻ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എപ്പോഴാണ് ഈ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നത്? അത് മാത്രമല്ല, പിന്നീട് 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവാൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. എപ്പോഴാണ്? എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുന്ന സമയത്ത്. എന്നിട്ട് അത് മാത്രമല്ല, നമ്മൾ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒടുവിൽ സഹോദരന്മാരെ, ഫൈനലി ബ്രദറൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വാട്ട് എവർ ഈസ് ട്രൂ, വാട്ട് എവർ ഈസ് ഓണറബിൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, സത്യമായത്, നിർമ്മലമായത്, നീതിയായത്, പുകഴ്ചയായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയോ, ഇതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പം ഇന്ന് എന്നോടുള്ള, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട് സംസാരിച്ചൊരു കാര്യം, ഞാൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും കേട്ട്, ഓരോ കഥകളും ഓരോ ജീവിതങ്ങളെയും കേട്ട് വരുന്ന സമയത്ത് എന്ത് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കണ്ടേ? എപ്പോഴാണ് സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്? ദൈവിക സമാധാനം നമ്മളോട് കൂടി എപ്പോഴാണ് ഇരിക്കുന്നത്? നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എന്താ ഈ സത്യമായത്, ഘനമായത്, നിർമ്മലമായത്, നീതിയായത്, പുകഴ്ചയായത് എന്നുള്ള കാര്യത്തെ പോൾ ഇവിടെ പറയുന്നത്, ഇൻ ചാപ്റ്റർ 4 പോൾ ഈസ് ടോക്കിംഗ് അബൌട്ട് എ സെക്യൂർ മൈൻഡ്. പോൾ പറയുന്നത് ഒരു സെക്യൂർ മൈൻഡിനെ കുറിച്ച് പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. നിങ്ങളുടെ മൈൻഡ് സെക്യൂർ ആയിരിക്കണമെങ്കിൽ പ്രീവിയസ് ചാപ്റ്റേഴ്സ്, ഈ ചാപ്റ്റർ 4 തുടങ്ങുന്നത് അതുകൊണ്ട്, therefore brethren എന്ന് പറഞ്ഞ് ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ മാറ്റേഴ്സ്. ഇപ്പോൾ ചാപ്റ്റർ 1 നമ്മൾ വരുന്ന സമയത്ത് there we can see നിങ്ങൾ സിംഗിൾ മൈൻഡഡ് ആയിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതായത് യുവർ തോട്ട് ഷുഡ് ബി സെൻറ്ററിങ് ഓൺ ദി പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സിംഗിൾ മൈൻഡ്, യു ഷുഡ് ബി ഹാവിങ് എ സിംഗിൾ മൈൻഡ്. 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പോൾ പറയുന്നതാണ്, യു ഷുഡ് ബി ഹാവിങ് എ സബ്മിസീവ് മൈൻഡ്. നമ്മൾ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 3-ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡ് എവിടെ ആയിരിക്കണം? സെറ്റ് യുവർ മൈൻഡ് ഓൺ ദി തിങ്സ് എബോവ്. എന്നിട്ട് 4-ലേക്ക് വരുമ്പോഴാണ് പോൾ പറയുന്നത്, ഹീസ് ടോക്കിംഗ് അബൌട്ട് സെക്യൂർ മൈൻഡ്. എപ്പോഴാണ് ഒരു സെക്യൂർ മൈൻഡ് നമുക്ക് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാധകമാണ്. ഇന്ന് ഞാൻ പെർട്ടിക്കുലർലി പോകാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലേക്കാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത്, ഇവിടെ ഒരു പിക്ചർ ഇപ്പൊ ഡിസ്പ്ലേ ചെയ്യും. പലപ്പോഴും നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ അറ്റൻഷൻ, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസവും ചിലപ്പോൾ ആരംഭിക്കുന്ന സമയത്ത് ഒരു ചെറിയ ടെക്സ്റ്റ് ആയിരിക്കാം, ദൈവവചനം വായിച്ച് തുടങ്ങണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ആയിരിക്കാം, കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കോമന്റ്സ് ആയിരിക്കാം, ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും പറയുന്നതായിരിക്കാം. ഇതൊക്കെ നമ്മൾ ട്രിഗർ ചെയ്യാറുണ്ടല്ലേ? ഇപ്പൊ ദൈവസഭയിലേക്ക് വരുമ്പം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ഒരു വ്യക്തി നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, ഉടനെ നമ്മുടെ മനസ്സിൽ 100,000 തോട്ടാണ് അല്ലേ? ചിലപ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തോ കുറഞ്ഞ ആൾക്കാരാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ കുറവുണ്ട്, നമ്മൾ അത്ര അവരുടെ ആ ഒരു സ്റ്റേറ്റസിലുള്ള ആൾക്കാരല്ല. ഒരുപാട് തോട്ട്സാ. വി നോ, അല്ലെങ്കിൽ വി ഡോണ്ട് ലൈക്ക് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. പക്ഷെ എന്നാലും പലപ്പോഴും നമ്മുടെ തോട്ട്സ് ആദ്യമേ റഷ് ചെയ്യുന്നത്, പോകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതൊരു ഡോക്ടർ ഡാൻ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ കാര്യമാണ്. ഈ ന്യൂറൽ പാത്വേസിന്റെ ഫ്ലോസ് എന്ന് പറയുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ടാണോ പോകുന്നത്, അവിടെ ഈ ന്യൂറൽ ഫ്ലോസ് നടക്കുകയാണ്, ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഫിസിക്കൽ ബോഡി, ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് കൺസേൺഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കൂടുതൽ ഞാൻ അതിലേക്ക് അറ്റൻറ്റീവ് ആകുന്നതനുസരിച്ച് ന്യൂറൽ പാത്വേസും ന്യൂറൽ ഫ്ലോസും ക്രിയേറ്റഡ് ആകുക. പിന്നെ അത് എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം ആയിട്ട് മാറുക, എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു ഫോക്കൽ പോയിന്റ്, ഒരു സെന്റർ ആയിട്ട് അത് മാറുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഫോക്കസ്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് തിങ്ക് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. A.W. ടോസർ പറഞ്ഞൊരു എന്നെ ചിന്തിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. പുട്ട് ഗോഡ് ഇൻ ഹിസ് റൈറ്റ്ഫുൾ പ്ലേസ് ആൻഡ് 10,000 പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഓൾ അറ്റ് വൺസ്. പുട്ട് ഗോഡ് ഇൻ ഹിസ് റൈറ്റ്ഫുൾ പ്ലേസ് ആൻഡ് 1,000 പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഓൾ അറ്റ് വൺസ്. ദൈവത്തെ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 1000 പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇതിനോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമായിട്ടുള്ള പോർഷനാണിത്. ഈ ഫിലിപ്പിയയിലുള്ള സഭ എങ്ങനെയാണ് ഉണ്ടായത്, ഇതിന്റെ തുടക്കം എവിടെയാണ്?
എങ്ങനെയാണ് ഇത് ആരംഭിച്ചത്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് തിരിക്കാമോ? പ്രവർത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം. സോ ആക്ട്സ് ചാപ്റ്റർ 16 നമ്മൾ വരുന്ന സമയത്ത് അവിടെയാണ് ഈ ഫിലിപ്പിയ സഭ എങ്ങനെ ഉണ്ടായത്, ഇതെങ്ങനെ ഒറിജിൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പം ഈ ഇതിന്റെ തുടക്കത്തിൽ ആക്ട്സ് ചാപ്റ്റർ 16 വരുമ്പം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? 6ഉം 7ഉം അപ്പോസ്തല പ്രവർത്തികൾ ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 6 and 7. ഓക്കെ, അപ്പൊ ഇവിടെ ഏഷ്യയിലേക്ക് പോകാനായിട്ട് പൗലോസിന് ആഗ്രഹമായിരുന്നു, താല്പര്യമായിരുന്നു. പക്ഷേ ഈ റൈറ്റർ ഓഫ് ദി ആക്ട്സ് ഹീ ഈസ് സൂപ്പർ ക്ലിയർ ഓഫ് 2 things. 6ഉം 7ഉം വാക്യങ്ങളും 9ഉം 10ഉം വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പം ഈ അപ്പോസ്തല പ്രവർത്തികൾ എഴുതുന്ന എഴുത്തുകാരന് 2 കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പൗലോസിന്റെ ആഗ്രഹം എങ്ങോട്ട് പോകണം എന്നുള്ളതാ? ഏഷ്യയിലേക്ക് പോകണം എന്നുള്ളതാ. അവിടെ കർത്താവിന് വേണ്ടി ജാതികളുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വളരെ ക്ലിയർ ആയിട്ട് അത് വിലക്കുന്നുണ്ട്, അങ്ങോട്ടല്ല പോകേണ്ടത്. എന്നിട്ട് 9ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പം ഗോ ടു മാസിഡോണിയ, മക്കതോനിയയിലേക്ക് പോകാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ദർശനത്തിലൂടെ പറയുകയാണ്. പ്ലീസ് സേവ് അസ്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പം 1, ഏഷ്യയിലേക്ക് പോകരുത്. 2, യു ഷുഡ് ഗോ ടു മാസിഡോണിയ. ഓക്കെ, ദൈവത്തിന്റെ ഓസം പ്ലാൻ ഓഫ് ഗോഡ്. എന്നിട്ട് മാസിഡോണിയയിൽ പോയിട്ട് എന്താ സംഭവിച്ചേ? താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെയാണ് മാസിഡോണിയയിൽ പോയിട്ട് പുള്ളി അകപ്പെടുന്നത് പ്രിസണിലാ. ദൈവമേ, നിന്റെ സുവിശേഷം പറയാനായിട്ട് എനിക്ക് ഏഷ്യയിൽ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അത് വിലക്കിയിട്ട് അയച്ച സ്ഥലത്തിലേക്ക് പോയപ്പം അവിടുത്തെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. പൗലോസും ശീലാസും എവിടെയാ? പ്രിസണിലാണ്. അവിടെ കാരാഗ്രഹത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ 16ാമത്തെ അധ്യായം മുഴുവൻ ഞാൻ ഇതിലേക്ക് ഫുള്ളി പോകുന്നില്ല. എന്നാ അവിടെ 3 വ്യക്തികൾ കർത്താവിനെ അറിയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 1, ലിഡിയ, അതെ, വെൽത്തി ആയിട്ടുള്ള ഒരു വിമൻ. ഓക്കെ, എ വെൽത്തി ബിസിനസ് വിമൻ ലിഡിയ. 2 എന്ന് പറയുന്നത് ഡീമൺ പൊസസ്ഡ് ആയിരിക്കുന്ന ഒരു സ്ലേവ്. 3, ഒരു ജയിലർ. ലുക്ക് അറ്റ് ദാറ്റ്, 3 people. ഓക്കെ, ഗോഡ് സെൻഡ് പോൾ to Macedonia to save 3 people, not 3,000 people, just 3 people. ഓക്കെ, അത് 3 സോഷ്യൽ സ്റ്റേറ്റസിലുള്ള വ്യക്തികൾ. പക്ഷെ എന്നിട്ട് ഒടുവിൽ എവിടെ എൻഡ് അപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസണിലാണ്. പോളും സൈലസും പ്രിസണിലാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഐ വാണ്ടഡ് ടു ഡു ബിഗ് തിങ്സ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് ദൈവവും പറഞ്ഞു, ഗൈഡൻസ് തന്നു, നീ ഇന്ന കാര്യം ചെയ്യുക. പക്ഷെ അതിലേക്ക് നമ്മൾ പോയപ്പോൾ എവിടെയാ പെട്ടത്? പ്രിസണിലാണ്. ഓക്കെ, നോർമലി മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം നീ എന്തൊരു പരിപാടിയാ കാണിച്ചേ, നിനക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്, ഇങ്ങനെയാണോ ഞാൻ അവസാനിക്കേണ്ടത്, അല്ലെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണോ ഞാൻ എത്തിപ്പെടേണ്ടതെന്നുള്ള തോട്ട് പ്രോസസ്. പക്ഷെ നമുക്കറിയാം പോളും സൈലസും അവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ? ദേ ആർ വർഷിപ്പിംഗ് ദ ഗോഡ്, അല്ലേ? അവിടെ ഇരുന്നുകൊണ്ട് വർഷിപ്പ് ചെയ്യുകയാണെന്നുള്ള കാര്യം. ഇതിന്റെ കാരണം എന്താ? ഇവിടുന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി കമ്മിങ് ടു ദ ബുക്ക് ഓഫ് ഈ ഫിലിപ്പിയൻസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിന്റെ കാരണം പൗലോസ് ഇവിടെ പറയുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിന്റെ 3-ാമത്തെ വാക്യം തൊട്ട് പറയുന്നുണ്ട്, ഐ താങ്ക് മൈ ഗോഡ് ഇൻ ഓൾ മൈ റിമെമ്പറൻസ് ഓഫ് യു. ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് നന്ദി പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പൗലോസ് പറയുന്നുണ്ട്, അല്ലേ? അന്ന് ആ 3 പേരിൽ ആരംഭിച്ച ദൈവത്തിന്റെ സഭ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് പൗലോസ് എഴുതുകയാണ്. ആൻഡ് റിമെമ്പർ, പൗലോസിന്റെ മിക്ക ലെറ്റേഴ്സും എവിടുന്നാ വന്നേക്കുന്നേ? പ്രിസണിൽ നിന്നാണ് വന്നേക്കുന്നത്, കാരാഗ്രഹത്തിൽ നിന്നാണ് വന്നേക്കുന്നത്, അല്ലേ? ദൈവം പറയാ, പൗലോസ്, എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓസം പ്ലാൻ, ബിഗ് പ്ലാൻ എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ഗീവ് യു സം റെസ്റ്റ്. അത് കാരാഗ്രഹത്തിൽ കിടന്നാലേ കിട്ടത്തുള്ളൂ. അവിടുന്ന് ഒരുപാട് ഇനി തലമുറകൾക്ക് നീ എഴുതാനുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ദൈവം എവിടുന്നാ എഴുതിപ്പിക്കുന്നത് ചോദിച്ചാൽ കാരാഗ്രഹത്തിൽ നിന്നാ. സോ മാനുഷികമായിട്ട് നമ്മുടെ തോട്ട് വരേണ്ടത് എവിടുന്നാ? ഡിസപ്പോയിന്റഡ് ആകാൻ, ഡിസ്കറേജ്ഡ് ആകാൻ. പ്രിസണിൽ, കാരാഗ്രഹത്തിൽ, കഷ്ടതയിൽ കഴിയുകയാണ്. പക്ഷെ പോളിനെ നമുക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. കാരണം പൗലോസിന്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ്സ് ദ ചീഫ് എയിം ഓഫ് പോൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ക്രൈസ്റ്റ്. ഈ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം യു ഷുഡ് ബി സിംഗിൾ മൈൻഡഡ്.
നമുക്കുണ്ടായിരിക്കേണ്ട നമ്മുടെ തോട്ട്സ്, നമ്മുടെ ജീവിതത്തിന്റെ ഏക സെന്റർ എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ആയിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പൊ പോൾ ഇവിടെ 3-4 വാക്യങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 12-ാമത്തെ വാക്യത്തിലേക്ക് 12-13 വായിക്കാമോ? സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. പോൾ പറയാണ്, ആക്ട്സ് ചാപ്റ്റർ 16 നമ്മൾ കണ്ടത് ഏഷ്യയിലേക്ക് പോകാനിരുന്ന വ്യക്തി ദൈവത്തിന്റെ ആത്മാവ് തടഞ്ഞു, മാസിഡോണിയയിൽ പോയി, അവിടെ ഫിലിപ്പി എന്ന് പറഞ്ഞ ദേശത്ത് അവിടെ ചെന്നു. അതൊരു വൺ ഓഫ് ദി റോമൻ കോളനി ആയിരുന്നു. ആ സ്ഥലത്തുണ്ടായിരുന്ന മാസിഡോണിയയിൽ ഉണ്ടായിരുന്ന റോമൻ കോളനി ആയിരുന്നു ഫിലിപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഫിലിപ്പിയില് സുവിശേഷം പറഞ്ഞു 3 പേര് രക്ഷിക്കപ്പെട്ടു. പിന്നെ പ്രിസണിലേക്കാണ് പോകുന്നത്. പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അതിനുശേഷം ഒരുപാട് കാരാഗ്രഹത്തിൽ പോയി. ഈ ലെറ്റർ എഴുതുന്നതും കാരാഗ്രഹത്തിൽ നിന്നാണ്. പോൾ പറയാണ്, നൗ ഐ വാണ്ട് യു ടു നോ ബ്രദറൻ that my circumstances have turned out for the greater progress of the gospel. സഹോദരന്മാരെ, എനിക്ക് ഒരു കാര്യം ഓർപ്പിക്കാനുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പ്രശ്നത്തിൽ അകപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് ദ ഗോസ്പൽ. ഇറ്റ് ഈസ് ഫോർ ക്രൈസ്റ്റ്. പൗലോസിനെ സംബന്ധിച്ച് ഹി ഈസ് സെറ്റിംഗ് ഹിസ് മൈൻഡ് ഓൺ വൺ പേഴ്സൺ. ചീഫ് എയിം എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പോൾ പറയാണ്, പ്രസന്റിൽ അകപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇറ്റ് ഈസ് ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് ദ ഗോസ്പൽ. ആൻഡ് നിങ്ങൾ അത് അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ ഗോഡ് ഈസ് വർക്കിംഗ് ത്രൂ മീ, ഹൗ ദ ഗോസ്പൽ ഈസ് അഡ്വാൻസിങ് ത്രൂ ദീസ് സർക്കംസ്റ്റൻസസ്. അപ്പം അത് പൗലോസ് പറയുന്ന ഒരു കാര്യം, എന്നോട് ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, 13-ാമത്തെ വാക്യത്തിൽ എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വന്നു. അവിടെയുള്ള പട്ടാളത്തിലുള്ള ആൾക്കാർക്കും ശേഷം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തെളിവായിട്ട് വന്നു. ദി അഡ്വാൻസ്മെന്റ്, ദി സർക്കംസ്റ്റൻസസ് ദാറ്റ് പോൾ ഈസ് ഗോയിങ് ത്രൂ ഈസ് ഫോർ വാട്ട്? ഇറ്റ് ഈസ് ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് ദി ഗോസ്പൽ. ഈ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചെന്നുള്ളത്. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു, എങ്ങനെ പോളിന് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നേ? പോൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്? മാനുഷികമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വി ഓൾ ദൈവത്തിനെ പിൻപറ്റി കഴിയുമ്പോൾ നമ്മളെല്ലാം അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന, നന്മകൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ കരിയർ ആയിരിക്കാം, നമ്മുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നമ്മുടെ ജോലി ആയിരിക്കാം, നമ്മളായിരിക്കുന്ന നമ്മുടെ പൊസിഷൻസ് ആയിരിക്കാം. നമ്മളിതൊക്കെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നവരാ. മാനുഷികമായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാ, അല്ലേ? ഇപ്പൊ ചില സമയത്ത് മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും രോഗമോ പ്രയാസമോ ദുഃഖമോ ദുരിതമോ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്താ? വാട്ട് ഡു വി തിങ്ക്? നമ്മൾ എന്താ, നമ്മുടെ കൺക്ലൂഷൻസ് എന്തായിരിക്കും? പലപ്പോഴും വാട്ട് വി ഫിക്സേറ്റ് ഓൺ, നമ്മുടെ ശ്രദ്ധ എവിടെയാ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് ഡയറക്ഷനെ നിശ്ചയിക്കും എന്നുള്ളതാണ്. പോളിന്റെ ലൈഫിലൂടെ പോൾ കാണിക്കുന്നത്, പോൾ ചോദിക്കുന്നത് കാര്യം, മൈ ഫിക്സേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ്, കർത്താവാണ്. വാട്ട് ആർ ആർ ഫിക്സേഷൻസ്? നമ്മുടെ ഫിക്സേഷൻസ് എന്താണ്? നമ്മുടെ ഫിക്സേഷൻസ് അറിയാൻ വളരെ എളുപ്പമാണ്. കാരണം എനിക്ക് എൻ്റെ ഫിക്സേഷൻ എന്താണെന്ന് അറിയാം. നമ്മുടെ ഫിക്സേഷനെ കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ്ലി സംസാരിക്കും, നമ്മൾ ചിന്തിക്കും. നമ്മൾ കാണുന്ന പോഡ്കാസ്റ്റോ നമ്മൾ കാണുന്ന യൂട്യൂബോ നമ്മൾ കാണുന്ന എന്ത് കാര്യങ്ങളും ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് അവർ ഫിക്സേഷൻസ്. നമ്മൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ജസ്റ്റ് നമ്മുടെ യൂട്യൂബും നമ്മുടെ ഗൂഗിളും നമ്മുടെ എല്ലാ ഹിസ്റ്ററിയും എടുത്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഫിക്സേഷൻസ് എവിടെയാണ്, നമ്മുടെ ശ്രദ്ധ എവിടെയാണ്, നമ്മുടെ ഫോക്കൽ പോയിന്റ് എവിടെയാണ്. അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ചിന്തകൾ ഇരിക്കുന്നത്. പോളിനെ സംബന്ധിച്ച് ഹിസ് ഫിക്സേഷൻ ഈസ് ഓൺ വൺ പേഴ്സൺ, ദാറ്റ് ഈസ് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പോൾ പറയാണ്, ഐ വാണ്ട് യു ടു നോ, എനിക്ക് നിങ്ങളോട് പറയണമെന്നൊരു കാര്യമുണ്ട്, എൻ്റെ സർക്കംസ്റ്റൻസസ് ഈസ് ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് ദ ഗോസ്പൽ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു റീസെന്റ് ഒരു അമ്മച്ചി, ഷീ ഈസ് 82 ഇയേഴ്സ് ഓൾഡ്. അപ്പം ഇങ്ങനെ വിളിച്ച്, ആ അമ്മച്ചിക്ക് ഒരു വയ്യാത്തൊരു മോനുണ്ട്. അപ്പം അമ്മച്ചിക്ക് വേറെ മക്കളും ഉണ്ട്. അപ്പം അവരുടെ മരുമക്കൾക്ക് കുറച്ച് അസുഖങ്ങൾ വന്നു. അമ്മച്ചിനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം മരുമക്കൾക്ക് അസുഖം വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് ജനറ്റിക്കൽ ആയിട്ടുള്ള വന്ന കാര്യങ്ങളാണ്, ഹെറിഡിറ്ററി ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പം ഓൾറെഡി ഒരു മോനുണ്ട്, ഡിസേബിൾഡ് ആയിട്ടൊരു മോനുണ്ട്. പിന്നെ ഗ്രാൻഡ് ചിൽഡ്രനും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നപ്പം ഷീ വാസ് ക്രൈങ് ആൻഡ് ഷീ ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടായിരിക്കും ദൈവം ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്.
അപ്പം ആ സമയത്ത് ഞാനൊന്നും അതിന് പ്രതികരിച്ചില്ല. പക്ഷെ ഈ ഫോൺ വെച്ച് കഴിഞ്ഞിട്ടും ഞാൻ ചിന്തിച്ചു, ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതായത് ദൈവം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും നിരാശയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ എന്ത് ദ്രോഹം ചെയ്തിട്ടാ? ചിലപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ തിരുത്താൻ ദൈവം ചെയ്യുന്നു വരാം. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അമ്മച്ചിയുടെ മക്കളുടെ ജീവിതത്തിലൂടെ ഞാൻ ചിന്തിക്കുമ്പം എനിക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഡിസേബിലിറ്റീസ് ആണെങ്കിലും ഈ പറഞ്ഞ രോഗാവസ്ഥകളാണെങ്കിലും what I can see there is God is using that for the advancement of gospel. ദൈവം അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ദൈവം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഇത്തരത്തിലുള്ള ഒരു 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 എൻ്റെ ബ്രദറിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാനും പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഉണ്ടല്ലോ, ഏത് മതത്തിലുള്ള ആൾക്കാരും നമ്മുടെ ഭവനത്തിൽ വന്നാലും they will listen, they will ask, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും, എങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്? നമ്മൾ എന്തെങ്കിലും അവരോട് പറയുവാണെങ്കിൽ അവർക്ക് ഒബ്ജെക്ഷൻസ് ഇല്ല. ബിക്കോസ് ഈ പറഞ്ഞ സർക്കംസ്റ്റൻസിലും കണ്ടന്റ്മെന്റോട് പോവാൻ പറ്റുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വെൻ യു സെറ്റ് യുവർ മൈൻഡ് ഓൺ വൺ തിങ് സിംഗിൾ മൈൻഡഡ്, ദാറ്റ് ഈസ് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ദ ഗോസ്പൽ, നമ്മുടെ ജീവിതത്തിലെ ഏത് സർക്കംസ്റ്റൻസസും വിൽ മേക്ക് സെൻസ്. പക്ഷേ ഇഫ് യു ആർ ഫിക്സേറ്റിംഗ് യുവർ ഐസ്, ഇഫ് യു ആർ ഫിക്സേറ്റിംഗ് ഓൺ സംതിങ് എൽസ്, നിങ്ങളുടെ കരിയർ ആയിരിക്കാം, പൈസ ആയിരിക്കാം, പൊസിഷൻസ് ആയിരിക്കാം, അപ്പിയറൻസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നോക്കണ്ട. ഫൈനൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലാണ് നമ്മുടെ ഫിക്സേഷൻസ് ഇരിക്കുന്നതെങ്കിൽ വി വിൽ ബി ആൻഷ്യസ്, വിൽ ബി ഡിപ്രസ്ഡ്, ഇറ്റ് വിൽ നോട്ട് സാറ്റിസ്ഫൈ. അതായത് ഞാനിത് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് വരുന്ന പല കാറ്റഗറീസിലുള്ള ആൾക്കാരാണ്. അപ്പം നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വരും, ഒരു എബോവ് ആവറേജ് വരും, ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ വരും. അപ്പം ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, വി ഹാവ് എവറിത്തിങ്, പക്ഷേ വി ആർ ഫീലിംഗ് എംപ്റ്റി ഇൻസൈഡ്. നമ്മുടെ ഉള്ളിലൊന്നും നമുക്ക് തോന്നുന്നില്ല. അതായത് എല്ലാം ഉണ്ടായിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥ. അതൊരു വളരെ വൃത്തികെട്ട അവസ്ഥയാട്ടോ. അപ്പം ഇതാണ് ഒരു കാറ്റഗറി. ഇനി എബോവ് ആവറേജ് ആൾക്കാർ വന്നിട്ട് പറയും, കാര്യങ്ങൾ സെറ്റിൽഡ് ആണ്, പക്ഷെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം. ഓക്കെ, ഇത് കണ്ടന്റ്മെന്റ് കിട്ടുന്നില്ല. കുറച്ചും കൂടെ കാര്യം കിട്ടിയ എല്ലാം കിട്ടിയ ആൾക്കാർ പറയുന്നത് അവർ എംപ്റ്റി ആണെന്നാ. ഇനി ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പറയും, ഞങ്ങൾക്കറിയാം കുറച്ചൊക്കെ ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ സെറ്റിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവും, അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവും. ജോലി കിട്ടിയവനും പൈസ കിട്ടിയവനും പറയുന്നത് എന്താണ്? ഫീലിംഗ് എംപ്റ്റി. ഓക്കെ, ദ പ്രോബ്ലം ഇസ് വേർ ആർ അവർ ഫിക്സേഷൻസ്? If you're fixing yourself on money, status, positions, your talents, skills, even the മിനിസ്ട്രിയിൽ പോലും നമ്മൾ ഫിക്സേറ്റഡ് ആയി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓൾസോ ക്യാൻ ഗോ അവേ. അല്ലേ? ചെയ്യുന്നൊരു മിനിസ്ട്രി ആണെങ്കിൽ അത് നിന്ന് പോയെന്ന് വരത്തില്ലേ? പല പ്രശ്നങ്ങൾ സംഭവിച്ചെന്ന് വരത്തില്ലേ? ഓക്കെ, സോ വേർ ആർ വി ഫിക്സേറ്റഡ്? പോൾ പറയാണ്, മൈ ഫിക്സേഷൻ ഈസ് ഓൺ വൺ പേഴ്സൺ. മൈ ചീഫ് എയിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോസ്പൽ, ദാറ്റ് ഈസ് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഐ വോണ്ട് യു ടു നോ. ഇതൊക്കെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അഡ്വാൻസ്മെന്റ് ഓഫ് ദ ഗോസ്പലിന് വേണ്ടി നടക്കുന്നതാണ്. ഇനി വേറൊരു മേജർ കാര്യം, അതിന്റെ 16, 17, 18 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 16, 17 and 18. അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ശേഷം ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെ അല്ല, ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നോക്കണേ, പൗലോസ് ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പം, പ്രിസണിൽ കിടക്കുമ്പോ ചിലരെന്ത് ചെയ്യുക? ചിലര് അതിൽ നിന്ന് എൻകറേജ്ഡ് ആയിട്ട് ധൈര്യത്തോടെ കർത്താവിനെ പ്രസംഗിക്കുന്നുണ്ട്. മറ്റു ചിലർ ചെയ്യുന്ന പരിപാടി എന്താ? അസൂയയിൽ നിന്ന്, കുശുമ്പിൽ നിന്ന് കർത്താവിനെ പ്രീച്ച് ചെയ്യുക. റിമെമ്പർ, വി ക്യാൻ ഡു ദ മിനിസ്ട്രി. അസൂയയിൽ നിന്നും കുശുമ്പിൽ നിന്നും വേറൊരു വ്യക്തിയെ തോൽപ്പിക്കാനായിട്ടും കോമ്പറ്റീഷൻ ആയിട്ടും കർത്താവിന്റെ വേല ചെയ്യാട്ടോ. അങ്ങനെയും കർത്താവിന്റെ വേല ചെയ്യാം. അപ്പൊ പോൾ പറയുക, അങ്ങനെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പ്രസനിൽ കിടക്കുന്നു, അതിൽ സന്തോഷിക്കുന്ന ചില വ്യക്തികൾ. ഓക്കെ, അപ്പം നമുക്കും കൂടെ സ്ഥാനം കിട്ടുവാണല്ലോ. ഏതായാലും മെയിൻ ആയിട്ടുള്ള വ്യക്തി പോള് വലിയൊരു അപ്പോസ്തലനാണ്, പുള്ളി പ്രസനിലാണ്. അപ്പൊ മെയിൻ ആയിട്ടൊരു വ്യക്തി അവിടെ നിൽക്കുകയാണ്, അപ്പം എനിക്ക് മെയിൻ ആകാമല്ലോ. ഏത്? പക്ഷെ പോള് പറയുന്ന കാര്യം കണ്ടോ? സി, കമ്പാരിസൺസ്
പോൾ പറയാണ്, അവര് അസൂയ കൊണ്ടിട്ടാണെങ്കിലും ആരെക്കുറിച്ചാ പറയുന്നേ? ദേ ആർ പ്രീച്ചിങ് ക്രൈസ്റ്റ്, ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഗോസ്പൽ. ഞാനും അതിൽ സന്തോഷിക്കുക. ഒന്ന് ആലോചിക്കുക, ഞാൻ ആക്ച്വലി ഐ വാസ് ഗോയിങ് ത്രൂ ഇറ്റ്. എന്തൊരു മാനസിക സംഘർഷം ഉണ്ടാകേണ്ട ഒരു അവസ്ഥയാ അല്ലേ? ഞാനോ പ്രിസണില്, കർത്താവിന് വേണ്ടി ഇത്ര ഞാൻ അധ്വാനിക്കുന്നു, എന്നിട്ട് പുറത്ത് നിൽക്കുന്ന കുറെ പാർട്ടികൾ എന്ത് ചെയ്യുക? ചിലർ നല്ല രീതിയിലാണ് ചെയ്യുന്നത്, ചിലർ കുശുമ്പിൽ നിന്നാ ചെയ്യുന്നത്. പക്ഷെ പോൾ പറയാ, ഹേ, മൈ വൺ ചീഫ് എയിം ഈസ് ക്രൈസ്റ്റ് ജീസസ്. അത് കർത്താവാ. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത് കർത്താവാണ്. അവർ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ദേ ആർ പ്രീച്ചിങ് അബൌട്ട് ദ ഗോസ്പൽ, ദേ ആർ ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ്. പൗലോസ് തകരുന്നില്ലട്ടോ, പൗലോസ് തളരുന്നില്ലട്ടോ. അപ്പം നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ പോകുമ്പം നമ്മൾ എവിടെയാണ് നമ്മുടെ ഫിക്സേഷൻസ് വെച്ചിരിക്കുന്നത്? കർത്താവിലല്ല നമ്മൾ ഫിക്സേറ്റഡ് ആയിട്ടിരിക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ നോട്ട് സെറ്റിംഗ് അവർ മൈൻഡ്സ് ഓൺ ക്രൈസ്റ്റ്, പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും, ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത്, കമ്പാരിസൺസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിഗർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പോകാതിരിക്കുന്ന സമയത്ത്, വിൽ ഫീൽ ഡിസപ്പോയിന്റഡ്. സോ ഇഫ് യു സെറ്റ് യുവർ ഐഡന്റിറ്റി ഓൺ സക്സസ്, ഫെയിലിയേഴ്സ് വിൽ ഷേക്ക് യു. സക്സസിലാണ്, ജയത്തിലാണ്, ഒരു മിനിസ്ട്രിയുടെ വിജയത്തിലാണ്, നമ്പർ ഓഫ് പീപ്പിളിനെ നിങ്ങൾ സേവ് ചെയ്യുന്നതിലാണ് നമ്മുടെ ലക്ഷ്യം ഇരിക്കുന്നതെങ്കിൽ, ഫെയിലിയേഴ്സ് വിൽ ഡെഫിനറ്റ്ലി ഷേക്സ് യു. ആൻഡ് ഇഫ് യുവർ ഐഡന്റിറ്റി ഈസ് ബിൽഡ് ഓൺ അപ്രൂവൽ ആണ്, ബാക്കിയുള്ള വ്യക്തികൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം, അതിലാണ് നമ്മുടെ ഐഡന്റിറ്റി ഇരിക്കുന്നതെങ്കിൽ, റിജക്ഷൻസ് ആർ ഗോയിങ് ടു ബ്രേക്ക് യു. പോളിന്റെ ജീവിതത്തിൽ ഒരുപാട് പേർ റിജക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്രേക്ക് യു. ഇനി എല്ലാത്തിനും എനിക്ക് കൺട്രോൾ ചെയ്യണം, അതിലാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി വെച്ചിരിക്കുന്നതെങ്കിൽ, എല്ലാവരും എൻ്റെ കൺട്രോളിലായിരിക്കണം, അൺസർട്ടനിറ്റി വിൽ ഡെഫിനറ്റ്ലി ഷേക്ക് യു. നമ്മൾ ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്നോട് ദൈവത്തിന്റെ ആത്മാവും ഓരോ ദിവസങ്ങളും ചോദിക്കുന്ന, സാമേ, നീ എവിടെയാ നിന്റെ ഫിക്സേഷൻസ് കൊണ്ടേ വെച്ചിരിക്കുന്നത്? വേർ ആർ യു ഫോക്കസിങ്? വാട്ട് ആർ യു തിങ്കിങ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ? The moment you deviate from me, the moment you take your eyes from me, life is going to disappoint you. You will be anxious, you will be depressed, you will overthink. അതിങ്ങനെ വേറെ പാറ്റേൺ ആയിട്ട് വേറെ പല കാര്യങ്ങളിലേക്കും പോകും എന്നുള്ള കാര്യം. So where are your fixations? പോളിനെ സംബന്ധിച്ച് it was not results, recognitions, role, it was not his ministry, it was one person, that is Christ Jesus. ഇനി അതിന് താഴോട്ട് പോകുന്ന സമയത്ത് 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം, ഹീസ് ഗോയിങ് ഈവൻ ഫർദർ ആൻഡ് സേയിങ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തെരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. എന്നിട്ട് 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. പോള് പറയാ, ഹി ഈസ് ഗോയിങ് ഈവൻ ഫർദർ. എന്നെ സംബന്ധിച്ച് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് എന്താണ്? ലാഭമാണ്. ഈവൻ ഡൈയിങ് ഈസ് ഗെയിൻ ഫോർ മീ. ലിവിങ് മീൻസ് ഐ എം ലിവിങ് ഫോർ ക്രൈസ്റ്റ്. ഓക്കെ, എന്നിട്ട് പറയാ, അത് അത്യുത്തമമല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. ദാറ്റ് ഇസ് മൈ ട്രൂ ഡിസയർ. ദിസ് ഇസ് മൈ ഓൺലി വൺ തിങ് ഐ എം ഫോക്കസിങ് ഇൻ ദിസ് ലൈഫ്. പോളിനെ സംബന്ധിച്ച് പോള് പലതരത്തിലുള്ള പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും ദുഃഖത്തിലൂടെയും, അടി, കഷ്ടത, ആൾക്കാരുടെ റിജക്ഷൻസ്, ഒരുപാട് കാര്യത്തിലൂടെ പോള് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ പോളിന്റെ ഒരു സെന്റർ എന്ന് പറയുന്നത്, ഹി വാസ് ഫിക്സിങ് ഹിസ് ഐസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ വ്യക്തി ആരാ? ഈ പൗലോസ് ആരാ? പൗലോസ് എന്ന് പറയുന്നവൻ ക്രിസ്ത്യാനികളെ കൊന്നു മുടിച്ച വ്യക്തി അല്ലേ? മർഡർ ആയിരിക്കുന്ന വ്യക്തി. ഹീ സോ ദ റിസൺ ജീസസ് ക്രൈസ്റ്റ്. അന്ന് തൻ്റെ മനസ്സിൽ നടന്നിരിക്കുന്ന ഒരു റീവയറിംഗ് ഉണ്ട്, റീട്രെയിനിങ് ഉണ്ട്. ആൻഡ് ഹീ നോസ് ദാറ്റ്. പോള്, എനിക്ക് തോന്നുന്ന മനസ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ദൈവവചനത്തിൽ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആണ്. ആൻഡ് ഹീ നോസ് ദാറ്റ് ദി എഫക്ട് ഓഫ് റീവയറിംഗ്, ഗോഡ് ക്യാൻ ഡു ദാറ്റ്. അതുകൊണ്ട് ആ പോള് പിന്നെയും റിപ്പീറ്റഡ്ലി ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഇന്ന് ഈ ഫോക്കസ് ചെയ്യുന്ന കാര്യം, ചാപ്റ്റർ 4 വരുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമ്മളുടെ ഹൃദയത്തിൽ വാഴണമെങ്കിൽ, സമാധാനത്തിന്റെ ദൈവം നമ്മളോട് കൂടി ഇരിക്കണമെങ്കിൽ,
അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് ഓണറബിൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഉത്തരം ഒന്നാമത്തെ അധ്യായത്തിൽ, 2-3 വേറെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഒന്നാം അധ്യായത്തിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഷുഡ് ബി ഹാവിങ് സിംഗിൾ മൈൻഡ്. യുവർ ചീഫ് എയിം ഷുഡ് ബി ക്രൈസ്റ്റ് ജീസസ്. യുവർ ഫിക്സേഷൻസ്, വേർ ആർ യു ഫിക്സിങ് യുവർ ഐസ്? ദാറ്റ് ഷുഡ് ബി ക്രൈസ്റ്റ് ജീസസ്. ഞാൻ ഒരു കാര്യം ഇതിൽ നിന്നൊന്ന് കുറച്ച് മാറി ദാവീദിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഓടിപ്പോകാനായിട്ട് ആഗ്രഹിക്കുക. സങ്കീർത്തനങ്ങൾ 27 ഒന്ന് വരാമോ? സങ്കീർത്തനങ്ങൾ, സാംസ് ചാപ്റ്റർ 27. സങ്കീർത്തനങ്ങൾ 27 വരുമ്പം, ഞാൻ റീസെന്റ് ഇങ്ങനെ വായിച്ച് ധ്യാനിച്ച സമയത്ത് തന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ബൈബിളിലുടനീളം നമ്മൾ നോക്കുമ്പം, ദൈവഭക്തന്മാരായിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പം, ദേ ഓൾ ഹാഡ് വൺ ചീഫ് എയിം. പ്രത്യേകിച്ച് ദാവീദിനെ കുറിച്ച് നമ്മൾ ദാവീദിന്റെ ജീവിതം പഠിക്കുമ്പം, ഡേവിഡ് ലവ്ഡ് സംതിങ് എൽസ് മോർ ദാൻ ഗോഡ്. പല അവസരങ്ങളിലും ദൈവത്തെക്കാൾ ഉപരിയായിട്ട് പല കാര്യങ്ങളെയും ദാവീദ് സ്നേഹിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഹി ഓൾവേസ് കീപ്സ് റണ്ണിങ് ബാക്ക് ടു ദ ലോർഡ് എന്നുള്ളത്. അപ്പം 27-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വരുമ്പം, അതിൻ്റെ 2-3, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അത് മാത്രമല്ല, അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് എടുക്കാമോ? വേഴ്സ് 10. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ദാവീദ് ചെയ്യുന്ന കാര്യം, ഈ ആൻസൈറ്റി എന്ന് പറഞ്ഞ കാര്യം, നമ്മളൊരു സെക്യുലർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുവാണെങ്കിൽ പലപ്പോഴും ഈ ആൻസൈറ്റി എന്ന് പറയുന്ന ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ എന്തായാലും അങ്ങനെ ചിന്തിച്ചിട്ട്, നാളെക്കുറിച്ച് ചിന്തിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ചിന്തിക്കാതിരിക്കുന്ന നല്ലത്, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ. ആൻഡ് അത് മാത്രമല്ല, ഈ സെക്യുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ കേട്ട് കാണും. ഇതെന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഈ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷൻസ് ഒക്കെ ഹിന്ദുയിസ്റ്റിൽ ഒരുപാട്, ബുദ്ധിസ്റ്റിൽ ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ ഇപ്പം ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പീക്ക് അതിനെക്കുറിച്ച് പറയുന്നത്, അതിന് പല ലെവൽസ് ഉണ്ട്. അവിടെ പോയി ഇരിക്കും. ഇപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് എംപ്റ്റിങ് യുവർ സെൽഫ് ഔട്ട്. ഓക്കെ, എംപ്റ്റിങ് യുവർ സെൽഫ് ഔട്ട്. അത് നമ്മളെ തന്നെ എല്ലാ കാര്യങ്ങളും എംപ്റ്റി ഔട്ട് ചെയ്യുക. ബൈബിളിലേക്ക് വരുമ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അതല്ല. കാരണം your brain, yours and my brain was hardwired to fixate. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫിക്സേറ്റ് ചെയ്യാനായിട്ട് ഹാർഡ്വയർഡ് ആണ് നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ എന്ന് പറയുന്നത്. സയൻസ് തന്നെ ഇപ്പോൾ അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. വി ഹാവ് ടു സെറ്റ് സംതിങ്, വി ഹാവ് ടു സെറ്റ് അവർ മൈൻഡ് ഓൺ സംതിങ്. എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എംപ്റ്റിങ് ഔട്ട്, ഇറ്റ് ഈസ് അബൌട്ട് ഫിക്സേറ്റിംഗ് ഓൺ ദ റൈറ്റ് തിങ്. ദാവീദ് ഇവിടെ ചെയ്യുന്ന കാര്യം അതാട്ടോ. ആൻഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വേഴ്സ് കേസ് സിനാറിയോസാണ് പോകുന്നത്. ഈ 10-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ വരുമ്പം, ഈവൻ ദോ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും, ഉപേക്ഷിച്ചിരിക്കുന്ന മലയാളത്തിൽ പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പം മിക്ക ട്രാൻസ്ലേഷൻ കാണുന്നത് ഈവൻ ദോ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും. കാരണം നമ്മുടെ കോർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് അല്ലേ. എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കും നമുക്കറിയാം. അവരുപേക്ഷിച്ച് കഴിഞ്ഞാലും, ഒരു ആർമി മുഴുവനും എൻ്റെ നേരെ വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ റീസൺ വേഴ്സ് 4 ദാവീദ് പറയുന്നുണ്ട്. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. സീക്ക്, ഗെയ്സ് ആൻഡ് ഡ്വെൽ. 3 കാര്യങ്ങൾ ദാവീദ് പറയാണ്. ഓക്കെ, വൺ തിങ്, ഫോക്കസിങ് ഓൺ ദ വൺ ഗുഡ് തിങ്. വാട്ട് ആർ യു ഫോക്കസിങ് ഓൺ? ദാവീദ് പറയാണ്, ഒരു ആർമി എൻ്റെ നേരെ വന്നാലും, ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോസ്, വാട്ട് എവർ ഈസ് ദാറ്റ്, നിങ്ങൾ എന്തും എടുത്തോ, എൻ്റെ അപ്പനമ്മയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും, ഒരു സൈന്യം മുഴുവൻ എൻ്റെ എതിരെ വന്നു കഴിഞ്ഞാലും ഞാൻ ഭയപ്പെടത്തില്ല. ബിക്കോസ് ഐ എം ഫിക്സേറ്റിംഗ് ഓൺ വൺ പേഴ്സൺ. ദാവീദ് പറയാണ്, സീക്കിംഗ്, ഗേസിംഗ് ആൻഡ് ഡ്വെല്ലിംഗ്. ഇവിടെ ഈ ആലയത്തെ നോക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലിറ്ററലി എല്ലാ സമയത്തും അത് പറ്റത്തില്ല അല്ലേ. ആലയത്തിൽ വസിക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ ആലയത്തിൽ ലേവ്യർക്കേ അതിന് സാധിക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഇത്രയും പരിശുദ്ധമായിരിക്കുന്ന, അതിപരിശുദ്ധമായിരിക്കുന്ന സ്ഥലത്തേക്ക് കടക്കുവാനായിട്ടുള്ള റൈറ്റോ അതിന് സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ ദ ലിറ്ററൽ മീനിങ്ങിലല്ല പറയുന്നത്. ഓക്കെ, ദ അൺബ്രോക്കൺ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവമേ, നിന്റെ പ്രസൻസിൽ ജീവിക്കാനായിട്ട്,
ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം. ദൈവത്തെ ഞാൻ ദാവീദ് പറയുന്നുണ്ട് 119 സങ്കീർത്തനത്തിലൊക്കെ, ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, സെറ്റിംഗ് ഹിസ് മൈൻഡ് ഓൺ ഗാഡ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആൻഡ് ദാറ്റ് ചേഞ്ച് ദ നറേറ്റീവ്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ കഥ അല്ലെങ്കിൽ ദാവീദിന്റെ ചരിത്രം മാറ്റാൻ ഇടയായിട്ട് തീർന്നത് ഹിസ് ഫിക്സേഷൻ വാസ് ഓൺ വൺ പേഴ്സൺ. എങ്ങനെ നമുക്ക് ഫിക്സേറ്റ് ചെയ്യാൻ പറ്റും? ദാവീദ് ഇവിടെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്: സീക്കിംഗ്, ഗേസിംഗ്, ഡ്വെല്ലിംഗ്. നമ്മുടെ ഇന്നർ കോർ ഡിസിപ്ലിൻ, തോട്ട് ലൈഫിന്റെ ബാറ്റിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം ഈ ഇന്നർ കോർ ഡിസിപ്ലിൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സീക്കിംഗ് ആൻഡ് ഗേസിംഗ് ആൻഡ് ഡ്വെല്ലിംഗ്. ദൈവത്തിന്റെ ഈ നോയിങ് ഗോഡ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ദൈവത്തെ പേഴ്സണലി അറിയുന്നതും ദൈവത്തെക്കുറിച്ചുള്ള അറിവുള്ളതും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ഒരു മ്യൂസീഷ്യൻസ് ഇവിടെ പ്ലേ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വി ഓൾ ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ദാറ്റ് മ്യൂസീഷ്യൻ. ഓക്കെ, അവർ പ്ലേ ചെയ്യുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെ വി ആർ ഇൻ ഓ ലൈക്ക് സോ വണ്ടർഫുൾ അല്ലെങ്കിൽ സോ സൂത്തിങ്. പക്ഷേ അവരെക്കുറിച്ചുള്ള നമുക്ക് നോളജ് ഉണ്ടോ? ആർ വി ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ദിം? നോ, അല്ലേ? ഫേസ് ടു ഫേസ് അവരെ കാണാതെ, അവരെ സംസാരിക്കാതെ, അവരെ അറിയാതെ നമുക്ക് എന്തുണ്ടാകത്തില്ല. അവരെ നമുക്കറിയാം, അവരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പലപ്പോഴും വി ഓൾ ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മളെല്ലാം ദൈവത്തിന്റെ പ്രസൻസിലാണ് ആരാധിക്കാൻ വന്നിരിക്കുമ്പം. ഇവിടെ നമ്മൾ ഇപ്പം ഇരിക്കുന്ന സമയത്ത് വി ഓൾ ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. പക്ഷേ ദൈവവുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ദൈവമേ നിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യം, that matters most. And one of the dangerous thing that is happening today is we all come to the presence of God, we all enjoy being in the presence of God, but when we go back, ദൈവത്തിന്റെ പ്രസൻസ് പലപ്പോഴും നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിൽ not knowing him. ദൈവത്തെ ഗെയ്സ് ചെയ്ത് നോക്കാറുണ്ടോ? Who is he? ഇന്ന് നമ്മൾ കേൾക്കുമായിരുന്നു, ദൈവത്തിനെ കുറിച്ചുള്ള പല ആംഗിൾസും നമ്മൾ നോക്കുമായിരുന്നു. ഈ ദൈവത്തെ പേഴ്സണലി അറിയുക എന്നുള്ളത് ഡെയിലി ലൈഫിൽ സീക്കിംഗ്, ഗേസിംഗ് ആൻഡ് ഡ്വെല്ലിംഗ്, 3 മേജർ തിങ്സ്. സമയം നമ്മുടെ ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദാവീദിന്റെ ഫോക്കസ് എന്ന് പറയുന്നതും ജസ്റ്റ് ഓൺ ദ വൺ തിങ്. ഫിക്സേഷൻ എന്ന് പറയുന്നത് വൺ തിങ് ആയിരുന്നു. ഇന്ന് ടോബിച്ചാൻ പറഞ്ഞ കാര്യം നമ്മൾ കേട്ട്, അവിടെ പോള് പറയുമ്പം കുറച്ചുപേര് പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, അവിടെ അടി നടക്കുകയാണ്. ഇന്നാരുടെ കൂട്ടത്തിലാണ്, ഇന്നാരുടെ കൂട്ടത്തിലാണ് എന്നൊക്കെ നടത്തുകയാണ്. എന്നിട്ട് പോൾ പറയുന്നതാണ്, കൺസിഡർ യുവർ കോളിംഗ്. കൊറിന്ത്യൻസിനോട് പറയുമ്പോൾ പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തകൾ എന്താ? കമ്പാരിസൺസ്, അടി, ഇടി, ബഹളം. വാട്ട് ആർ യു തിങ്കിങ്? പോൾ പറയുന്നുണ്ട്, ഓ കൊരിന്ത്യൻസ്, അല്ലയോ കൊരിന്ത്യരെ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യത്തിൽ തന്നെയാണ് പൗലോസ് പറയുന്നത്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു, കർത്താവിന്റെ മനസ്സുള്ളവരാണ് നാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സോ കൺസിഡർ യുവർ കോളിംഗ്, ലുക്ക് ഇൻ ടു യുവർ കോളിംഗ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ ഈ ഡെയിലി ലൈഫിൽ ഞാനും എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എൻ്റെ ഫിക്സേഷൻസ് എവിടാണ്? അത് കരിയറിലാണോ, പണത്തിലാണോ, എൻ്റെ പൊസിഷനിലാണോ, എൻ്റെ സൗന്ദര്യത്തിലാണോ, ഞാൻ നേടിയെടുക്കുന്ന കാര്യങ്ങളിലാണോ, ഞാൻ ചെയ്യുന്ന മിനിസ്ട്രിയിലാണോ, പലതരത്തിലുള്ള മിനിസ്ട്രി ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിലാണോ? ഓർ ഇസ് ഇറ്റ് on the right person, on that one thing, the person of Jesus Christ? ഈ മിഷണറീസിൻ്റെ ഒക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ക്രേസി. കാരണം അവരൊക്കെ അലൻ ഗാർഡനർ എന്ന് പറഞ്ഞൊരു മിഷണറി സൗത്ത് അമേരിക്കയിലേക്ക് 1851 ഒരു ഐലൻഡിലേക്ക് അവർ പോകുന്ന സമയത്ത് അവരുടെ ഷിപ്രക്ക് ഉണ്ടായി, അവരൊക്കെ പെട്ടുപോയി, കുറേ പേര് മരിച്ചു, പുള്ളിക്കാരനെയും കാണാനില്ല. അങ്ങനെ പുള്ളിക്കാരനെ അന്വേഷിച്ച് ഒരുപാട് പേര് ചെന്നപ്പം പുള്ളി ഒരു സ്ഥലത്ത് മരിച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ പുള്ളി മരിച്ചിരിക്കുന്നതിൻ്റെ ബോഡിയുടെ അടുത്തായിട്ട് ദർ വാസ് എ റൈറ്റിംഗ്. പുള്ളിയുടെ ഒരു ക്വയറ്റ് ടൈം ജേണലാണ്. അപ്പൊ അതിൽ പുള്ളി എഴുതി വെച്ചേക്കാണ്, ഐ ആം ഓവർവെൽംഡ് ബൈ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ഐ ആം ഓവർവെൽംഡ് ബൈ ദ ഗുഡ്നെസ് ഓഫ് ദ ഗോഡ്. അവിടെ ചെന്ന് അവരൊന്നും ചെയ്തില്ല കേട്ടോ, അങ്ങോട്ട് പോയതേ ഉള്ളൂ, മിഷൻ ഫീൽഡിലേക്ക് പോയതേ ഉള്ളൂ. എങ്ങനെ ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നു? എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു? വെൻ യു ഗോ ത്രൂ ദ മിഷണറി സ്റ്റോറീസ്, ഒരു ഉത്തരവേ ഉള്ളൂ: they fixated themselves on one person. Their chief aim was on one person. They had a personal relationship with that person. They seeked him, they gazed upon him, they dwelled in his presence. ഇന്ന് നമുക്കും ചോദിക്കാനുള്ള ചോദ്യം അതാണ്, കർത്താവേ എൻ്റെ ഫിക്സേഷൻസ് എവിടാ? ഞാൻ എവിടെയാണ് നോക്കുന്നേ? ഞാൻ എവിടെയാണ് ചിന്തിക്കുന്നേ? എൻ്റെ ചിന്തകൾ എങ്ങനത്തെയാ? അങ്ങയിലാണോ അതേ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണോ?
വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ യുവർ ലൈഫ് വിൽ ക്രംബിൾ. യു വിൽ ബി ആൻഷ്യസ്, യു വിൽ ബി ഡിപ്രസ്ഡ്. മാനുഷികമായിട്ട് ഇതൊക്കെ നമ്മൾ കടന്നു പോകും, പക്ഷേ കണ്ടിന്യൂയിങ് ഇൻ ഓൾ ദോസ് തിങ്സ്, ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ഓക്കെ, മേ ഗോഡ്സ് നെയിം ബി ഗ്ലോറിഫൈഡ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. വരും നാളുകളിൽ നമ്മുടെ ജീവിതത്തെ റീട്രെയിൻ ചെയ്തുകൊണ്ട്, നമ്മുടെ ന്യൂറൽ പാത്വേസിനെ ദൈവത്തിൽ ആശ്രയിച്ച് മാറ്റിക്കൊണ്ട്, ദൈവിക സത്യങ്ങളെ നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട്, ദൈവത്തിൽ വസിച്ചുകൊണ്ട്, ദൈവത്തെ നോക്കി ദർശിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.